എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നല്ല ഐശ്വര്യമായ ഒരു വർഷമായിരിക്കട്ടെ ഇത്. ആൻഡ് ഓൾസോ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇപ്പം വയനാട് ദുരന്തം, അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓണാഘോഷമോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാവരും നന്നായിരിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ഹെൽപ്പ് ചെയ്യുക. നമുക്ക് എപ്പോഴും നമ്മളൊരു മനുഷ്യനൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. ആൾക്കാരുടെ മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കണം. ഇതൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഓണം വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. എല്ലാവർക്കും അറിയാലോ, വയനാട് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ദുഃഖകരമായ ഓണമായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവരും വീട്ടുകാരുടെ കൂടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഓണാശംസകൾ. ആത്മയ്ക്കും യെല്ലോ ക്ലൗഡ് മെന്റൽ ഹെൽത്തിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. യെല്ലോ ക്ലൗഡ് ആൻഡ് ആത്മയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന് ഇപ്പം നമുക്ക് ഈ ഒരു വർഷം വലിയൊരു ഓണം സെലിബ്രേഷൻ നമുക്കില്ല. കാരണം പറഞ്ഞതുപോലെ വയനാട് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്താ വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു അവസരമല്ലേ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മാക്സിമം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുള്ളൂ. ഓണം എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ വാട്ട് എവർ നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ ചെറിയൊരു ഫാമിലിയിൽ നമ്മൾ ആഘോഷിക്കുക. ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും എല്ലാ കാലവും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. എല്ലാ ദിവസവും ഓണം പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റണം, എല്ലാ ദിവസവും ആഘോഷമാക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എല്ലാവർക്കും മാനസികമായിട്ടും ഒക്കെ വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് കരുത്താകാൻ, കരുതലാകാൻ യെല്ലോ ക്ലൗഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.